സംസ്ഥാനത്ത് പൊതുജനാരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെ എണ്ണം കുറവെന്ന് CAG റിപ്പോർട്ട്. പൊതുജനാരോഗ്യ മേഖലയിൽ ഗുണനിലവാരം കുറവാണ്. ആർദ്ര മിഷൻ ഉദ്ദേശ ലക്ഷ്യം നിറവേറ്റുന്നില്ല. മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ നടപടി ഉണ്ടായില്ല. മരുന്ന് കമ്പനികളിൽ നിന്ന് ഈടാക്കേണ്ട 1.64 കോടി പിഴ KMMCL ഈടാക്കിയില്ലെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. സംസ്ഥാനത്തെ റവന്യൂ ചെലവ് കൂടിയെന്ന് 2023-24 വർഷത്തെ CAGയുടെ വാർഷിക ധനകാര്യ പരിശോധനാ റിപ്പോർട്ടിലും പറയുന്നു. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സാജു, CAG റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? പൊതുജന ആരോഗ്യ മേഖലയും അടിസ്ഥാന സൗകര്യങ്ങളും ആരോഗ്യ സേവനങ്ങളുടെ പരിപാലനവും എന്ന CAG റിപ്പോർട്ടിലാണ് സംസ്ഥാനത്ത് നമ്മളേറെ കുത്തിഘോഷിക്കപ്പെട്ട കേരള മോഡൽ എന്നത് ഗുണനിലവാര തകർച്ചയെ നേരിടുന്നു ആരോഗ്യരംഗത്ത് എന്ന് വ്യക്തമാക്കപ്പെടുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് കീഴിലുള്ള ആശുപത്രികളിൽ എല്ലാ തലത്തിലും ഡോക്ടർമാരുടെ എണ്ണം അനുവദിച്ചതിലും കുറവാണ് എന്ന് CAG കണ്ടെത്തിയിരിക്കുന്നു. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരിലാണ് കുറവ് അതിരൂക്ഷമായിട്ടുള്ളത് എന്ന് CAG അക്കമിട്ട് നിരത്തുന്നു. സമാന രീതിയിൽ നഴ്സുമാരുടെയും ഫാർമസിസ്റ്റുകളുടെയും ലാബ് ടെക്നീഷ്യന്മാരുടെ കുറവ് പരിശോധിച്ച ആശുപത്രികളിലെല്ലാം ഉണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ആശുപത്രികളുടെ OP വിഭാഗങ്ങളുടെ ഡോക്ടർമാരുടെ എണ്ണവും ചികിത്സ തേടി വരുന്ന രോഗികളുടെ എണ്ണത്തിലും ആനുപാതികമായി പര്യാപ്തമല്ല. ഇത് ഡോക്ടർമാരുടെ ജോലിഭാരം കൂട്ടുകയും അത് രോഗികൾക്ക് അസൗകര്യം സൃഷ്ടിക്കുന്നു എന്നാണ് CAG പറയുന്നത്. ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡുകൾ നിർദ്ദേശിച്ചിരുന്ന ഏറ്റവും കുറഞ്ഞ അവശ്യ സേവനങ്ങൾ പോലും പല ആശുപത്രികളിലും ലഭ്യമല്ല. പരിശോധന നടത്തിയ ആശുപത്രികളിൽ 62,826 അവസരങ്ങളിൽ മരുന്നുകൾ സ്റ്റോക്ക് ഔട്ട് ആവുകയും ആ സ്റ്റോക്ക് ഔട്ട് കാലയളവ് 1,745 ദിവസങ്ങൾ വരെ നീണ്ടു നിന്നു എന്ന കണ്ടെത്തൽ CAG നടത്തുന്നുണ്ട്. ഓർഡർ ചെയ്ത അളവിനേക്കാൾ കുറവ് മരുന്നുകൾ വിതരണം ചെയ്ത 82 ഘട്ടങ്ങൾ മരുന്ന് കമ്പനികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അവരിൽ നിന്ന് ഈടാക്കേണ്ട 1.64 കോടി രൂപ പിഴ ഈടാക്കാൻ KMCL തയ്യാറായില്ല എന്ന കുറ്റപ്പെടുത്തലുകളുണ്ട്. ഒപ്പം തന്നെ ഈ ആശുപത്രി ഉപകരണങ്ങൾ വേണ്ട വിധം പരിപാലിക്കാത്തത് കൊണ്ടും പല സുപ്രധാന മെഡിക്കൽ ഉപകരണങ്ങളും ആശുപത്രികളിൽ ലഭ്യമാകുന്നില്ല എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. കാസർഗോഡ്, ഇടുക്കി, പത്തനംതിട്ട, വയനാട് എന്നീ സർക്കാർ ആശുപത്രികളിലെ അക്കാദമിക് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലും അസാധാരണമായ കാലതാമസമുണ്ടായി. ആദ്രം പദ്ധതിയിൽ നടത്തിപ്പിൽ വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജനനി സുരക്ഷാ യോജന, ജനനി ശിശു സുരക്ഷാ പദ്ധതി എന്നിവയ്ക്ക് കീഴിൽ യഥാക്രമം 28.83%, 55.52% ഗുണഭോക്താക്കൾക്ക് സഹായമേ ലഭിച്ചില്ല എന്ന കുറ്റപ്പെടുത്തലുകളുണ്ട്. ഒപ്പം ദേശീയ നിലവാരവുമായി ദേശീയ സ്റ്റാൻഡേർഡുമായി തട്ടിച്ചു നോക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും കുറവ് യഥാക്രമം 14-35% എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് കീഴിലുള്ള ഉദ്ദേശങ്ങൾ കൈവരിക്കുന്നതിനുള്ള ആക്ഷൻ പ്ലാനും വിഷൻ ഡോക്യുമെന്റും കേരളം ഇതുവരെ രൂപീകരിച്ചിട്ടില്ല എന്ന കുറ്റപ്പെടുത്തൽ കൂടി CAG റിപ്പോർട്ടുണ്ട്. അതായത് ആരോഗ്യ മേഖല പിന്നോട്ടടിക്കുന്നു, പൊതുജനാരോഗ്യ മേഖല പിന്നോട്ടടിക്കുന്നു എന്ന് അക്കമിട്ട് നിരത്തുന്നതാണ് റിപ്പോർട്ട്. ഇതോടൊപ്പം തന്നെ 2023-24 വർഷത്തെ CAGയുടെ വാർഷിക ധനകാര്യ പരിശോധന റിപ്പോർട്ടും വെച്ചിട്ടുണ്ട്. അത് റവന്യൂ ചിലവ് 0.48% കൂടിയെന്ന് പറയുന്നു. മൂലധന ചിലവിൽ കുറവുണ്ടായി, 2.94% കുറഞ്ഞത്. GST വരുമാനം 3.56%. GSTയുടെ പിരിവിന്റെ കാര്യത്തിൽ കൂടിയിട്ടുണ്ട്. റവന്യൂ മൂലധന ചിലവുകൾ നിയമസഭ അംഗീകരിച്ചതിലും അധികമാണ്. ഇത് ഭരണഘടനാപരമായി ക്രമപ്പെടുത്തണം എന്ന നിർദ്ദേശവും CAG ധനകാര്യ പരിശോധനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്നേഹ. ശരി.